Sampling techniques. When a research is conducted about a group of people, it's rarely possible to collect data from every person in that group. Instead, a sample is collected. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു റിസർച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ സർവേ ചെയ്യുകയാണെങ്കിൽ, ഒരു ഏരിയ നമ്മൾ സർവേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തൊന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കില്ല. എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല. ഒന്ന്, ഒരുപാട് സമയം എല്ലാവരുടെ അടുത്തും ഡീറ്റെയിൽസ് എടുക്കും, ടൈം ഒരു ഫാക്ടറാണ്. അതുപോലെ ആളെ വെച്ചിട്ട് വേണം നമ്മൾ സർവേ നടത്താൻ, കോസ്റ്റ് ഒരു ഫാക്ടറാണ്. അപ്പം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ ആൾക്കാരുടെ റിസൾട്ട് നമുക്ക് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അത് മാത്രമല്ല, നമുക്ക് ഒരു പക്ഷെ എല്ലാവരുടെ അടുത്തും ഡീറ്റെയിൽസ് വേണ്ട അല്ലെ. അതായത് ആ ഒരു പർട്ടിക്കുലർ ഏരിയന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, മൊത്തത്തിൽ എല്ലാവരെയും ഡീറ്റെയിൽസ് എടുക്കാതെ, അല്ലെങ്കിൽ അവർ സർവേ ചെയ്യാതെ അതിന്റെ അകത്തുനിന്ന് നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ആൾക്കാരെടുത്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയനെ കുറിച്ചുള്ള മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. അതായത് എല്ലാവരുടെ അടുത്തും വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത്, കോസ്റ്റ് വേസ്റ്റ് ചെയ്ത് നമ്മൾ സർവേ നടത്തേണ്ട കാര്യമില്ല. എന്നാൽ ആ വലിയൊരു പോപ്പുലേഷൻ്റെ അകത്തുനിന്ന് ചെറിയൊരു ഭാഗം ആളുകളെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 10,000 ആളുകളുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഒരു പക്ഷേ ഒരു 500 പേരോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽസ് എടുത്ത് 500 പേരെ കയ്യിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ഏരിയനെ കുറിച്ചുള്ള മൊത്തത്തിലൊരു ധാരണ കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പോപ്പുലേഷൻ ഇന്റർവ്യൂ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് റിസർച്ച് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് സെലക്ട് ചെയ്യും. ആ ഒരു ടോട്ടൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് പല ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ആളുകളെ സെലക്ട് ചെയ്യും. When a research is conducted about a group of people, it is rarely possible to collect data from every person in that group. Instead, a sample is selected. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ടോട്ടൽ ആളുകളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ആളുകളെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, സർവേ ചെയ്യും, അല്ലെങ്കിൽ അവരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യും. അതായത് ഒരു സാമ്പിൾ എന്നാണ് അതിന് പറയുന്നത്. അതായത് ടോട്ടൽ ഒരു പോപ്പുലേഷൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കും. അത് സാമ്പിൾ എന്നാ പറയാം. അപ്പൊ ആ സാമ്പിൾ നമ്മൾ ആ ഹോൾ പോപ്പുലേഷന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും. The sample is the group of individual who will actually participate in the research. അതായത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു പോപ്പുലേഷനിലാണ് നമ്മൾ സർവേ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ നമ്മുടെ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ നമ്പേഴ്സിന്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. എല്ലാവരെയും നമ്മൾ സർവേ ചെയ്യാതെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ സർവേയിൽ അല്ലെങ്കിൽ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഏരിയയിലുള്ള എല്ലാ ആളുകളെയും ഇന്റർവ്യൂ ചെയ്യേണ്ടതായിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട്, ടൈം, കോസ്റ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ട് എല്ലാ ആളുകളെയും റിസർച്ച് അല്ലെങ്കിൽ സർവേ ചെയ്യണമെന്നില്ല, ഇന്റർവ്യൂ ചെയ്യണമെന്നില്ല. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെലക്ട് ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിലേക്ക് നമുക്ക് വരാം. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം എ പോപ്പുലേഷൻ, നമ്മൾ അവരെ ഇന്റർവ്യൂ ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്തും. The population is the entire group that we want to draw conclusions about. പോപ്പുലേഷൻ എന്ന് പറയുന്നത് എൻറ്റയർ ഗ്രൂപ്പ്, ഒരു ഏരിയയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതില് മൊത്തം ജനസംഖ്യ അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടും. The sample is the specific group of individual that we will collect data from. അപ്പോൾ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ പോപ്പുലേഷന്റെ അകത്തുനിന്ന് നമ്മൾ എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യില്ല, അല്ലെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യില്ല. എല്ലാവരിൽ നിന്നും ആ വലിയ പോപ്പുലേഷനിൽ നിന്ന് ഒരു ഭാഗം മാത്രം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ആളുകളിൽ നിന്ന് മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുള്ളൂ. ആ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് സാമ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. The sample is a specific group of individuals that we will collect data from. To draw valid conclusions from your result, you have to carefully decide how you will select a sample that is representative of the group as a whole. This is called sampling method. അപ്പം വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ, നമ്മളിപ്പം ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ
ഏരിയയിലുള്ള ആ ഒരു ക്യാരക്ടർ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടണം അല്ലെ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ, കാരണം ആ മൊത്തം പോപ്പുലേഷനെ ചെയ്യാതെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ അകത്തുനിന്ന് നമ്മൾ നമ്മുടെ പ്രൊജക്ടിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്ടിന് വേണ്ട ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തുവാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന സാമ്പിളും പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് നല്ല രീതിയിൽ സാമ്പിളിങ് ചെയ്താൽ, അല്ലെങ്കിൽ ആളുകളെ കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഏരിയയുടെ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആരൊക്കെ ഇന്റർവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യണം, ഓക്കെ, അതിനെയൊക്കെ പറയുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, സാമ്പിളിംഗ് മെത്തേഡ്. ഓക്കെ, അതായത് ആരൊക്കെ ഒരു വലിയൊരു പോപ്പുലേഷന് നമ്മുടെ സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പല രീതിയിൽ നമുക്ക് സാമ്പിൾ ചെയ്യാം. മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണുള്ളത്. അതായത് ടോട്ടൽ പോപ്പുലേഷനെ നമ്മുടെ സാമ്പിളിൻ്റെ അകത്ത് എങ്ങനെ ഉൾപ്പെടുത്താം, എങ്ങനെ നമ്മൾ ആരൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പം 2 ടൈപ്സ് ആണ്. ദർ ആർ 2 പ്രൈമറി ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ദാറ്റ് യു ക്യാൻ യൂസ് ഇൻ യുവർ റിസർച്ച്. അതിലൊന്ന് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇത് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന, പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതുപോലെ ഈ രീതിയിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയനെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഫൈനൽ ആ ഒരു പോപ്പുലേഷന്റെ ഫൈനൽ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ആസ് എ ഹോൾ ആ പോപ്പുലേഷന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കാം. കിട്ടിയ ഡീറ്റെയിൽസിന്റെ അകത്ത് നമുക്ക് ഹോൾ പോപ്പുലേഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്തിട്ട് എന്താണ് അവരുടെ ക്യാരക്ടേഴ്സ്, എന്താണ് അവരുടെ ആൻസേഴ്സ്, അല്ലെങ്കിൽ അവിടെ സർവേ ചെയ്താൽ, മൊത്തത്തിൽ സർവേ ചെയ്താൽ എന്താണ് കിട്ടുക. അപ്പൊ അതിനനുസരിച്ച് പ്രോപ്പർ പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമ്പർ ബേസ് ചെയ്തിട്ടുള്ള സർവേസ് എല്ലാം, അതായത് റിസർച്ചിലെല്ലാം പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണ് വരിക. ഓക്കെ, non-probability sampling involves non-random selection based on convenience or other criteria allowing you to easily correct that. അപ്പം non-probability sampling എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ആളുകളും ആരൊക്കെയാണ് ഉൾപ്പെടുക എന്നുള്ളത് നമുക്ക് ഏകദേശം, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന് ഉൾപ്പെടുക. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിങ്ങിൽ ഉൾപ്പെടുത്തുക. അതായത് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അതുപോലെ വോളണ്ടറി ആയിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു പക്ഷെ നമുക്ക് എത്താൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ ആളുകളിലേക്ക് മാത്രം ആയിപ്പോവും നമ്മൾ സർവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് മാത്രമായിപ്പോവും. അപ്പോൾ ആ ഒരു പോപ്പുലേഷനിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരു പക്ഷേ ആളുകൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരണമെന്നില്ല. ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെങ്കിൽ അതിൽ ആര് വേണമെങ്കിലും ആ സാമ്പിളിംഗിൽ വരാം. നോൺ പ്രോബബിലിറ്റിയിലാണെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും അതിൻ്റെ അകത്ത് വരണം എന്നുള്ള സാധ്യതകളില്ല. ഓക്കെ, എന്നാൽ പ്രോബബിലിറ്റിയിൽ എല്ലാവരും അതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നോൺ പ്രോബബിലിറ്റിയിൽ എല്ലാവരും അതിൽ ഉൾപ്പെടണം എന്നില്ല. നമ്മളെ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന രീതിയിലായിരിക്കും നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുക. എന്നാൽ ആ കിട്ടുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, കുറച്ചും കൂടി ഈസി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. Probability sampling means that every member of the population has a chance of being selected. അപ്പോൾ ഒരു പോപ്പുലേഷനിലെ എല്ലാ ആളുകളും സെലക്ട് ചെയ്യപ്പെടാൻ ആ ഒരു സാമ്പിളിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്പർ ബേസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് അധികം നമ്പർ ബേസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു പർട്ടിക്കുലർ ആളുകളുടെ ഏജ്, ഓക്കെ, ഇത്ര നമ്പർ ഓഫ് ആളുകൾ ഇത്ര ഏജിന് മുകളിൽ, അങ്ങനെ ആ രീതിയിൽ. അത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പരമായിട്ട് പറയുകയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്പർ ബേസ് ചെയ്തിട്ടുള്ള സർവേസ് ഒക്കെ നമ്മൾ അധികവും പ്രോബബിലിറ്റി സാമ്പിളിങ് അല്ലെങ്കിൽ നമ്പർ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചിനെ
നമ്മൾ നോർമലി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നാണ് പറയുന്നത്. ഇഫ് യു വാണ്ട് ടു produce results that are representative of whole population, probability sampling techniques are the most valid choice. അപ്പോൾ ഒരു ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങൾ അതിൽ ഉൾപ്പെടുന്ന രീതിയിൽ നമുക്ക് സാമ്പിൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, നോൺ പ്രോബബിലിറ്റിയിലാണെങ്കിൽ നമ്മളെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മളെ അടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അതിൻ്റെ അകത്ത് വരിക. പക്ഷെ ആ ഏരിയയിലെ മൊത്തം പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നില്ല. ഓക്കെ, ചിലപ്പം ഒരേ അഭിപ്രായങ്ങളുള്ള ആൾക്കാർ മാത്രമായിരിക്കാം. ഒരു സമൂഹമാകുമ്പോൾ പല അഭിപ്രായങ്ങളും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ നോൺ പ്രോബബിലിറ്റിയിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം വരുന്നവരായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ സർവേ ചെയ്യുന്ന ഏരിയ വാസ്റ്റ് ഏരിയ ആണെങ്കിൽ അത് പല ഗ്രൂപ്പ്സ് ഓഫ് ആളുകൾ അതിൽ നിന്ന് തന്നെ വരും അല്ലെ. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ, പല കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, അവരുടെയൊക്കെ ഒപ്പീനിയൻസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ചിലപ്പം നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും ഒരു പക്ഷെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഹോൾ ഏരിയയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. എന്നാൽ കുറച്ചും കൂടി നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ഒക്കെ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദർ ആർ 4 മെയിൻ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. 4 ടൈപ്പാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിന് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫിഗറിന് കാണാം സിമ്പിൾ റാൻഡം സാമ്പിൾ, സിസ്റ്റമാറ്റിക് സാമ്പിൾ, സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ, ക്ലസ്റ്റർ സാമ്പിൾ. അപ്പൊ ഈ ഫിഗറിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ വരുത്താനായിട്ട് ശ്രമിക്കാം. അപ്പം സിമ്പിൾ റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ പലയിടത്തുനിന്ന് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യാണ്. അതായത് ഇന്ന ആള് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു 1000 ആളുകൾ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു 100 പേരെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു 1 to 1000 നമ്പർ കൊടുത്ത് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനാ സിമ്പിൾ റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത്. ആര് വേണമെങ്കിലും ചൂസ് ചെയ്യപ്പെടാം. ഓക്കെ, അതുപോലെ സിസ്റ്റമാറ്റിക് സാമ്പിൾ എന്ന് പറയുമ്പോൾ ആ ചൂസ് ചെയ്യുന്നത് റാൻഡം സാമ്പിളിന് സിമിലർ ആണ്, എന്നാൽ ചൂസ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടാവും. സിസ്റ്റമാറ്റിക് ആയിരിക്കും ചൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ 1000 ആളുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, 1000 ആളുകളിൽ ഇപ്പം നമ്മൾ നമ്പർ അലോട്ട് ചെയ്ത് കൊടുത്താൽ 1 to 1000 നമ്പർ അലോട്ട് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പം ഒരു 1000 വീടുകൾ ഉണ്ടെങ്കിൽ ആ വീടുകളിലെല്ലാം വീട്ടു നമ്പർ ഉണ്ട് അല്ലെ. അപ്പം അതിനെ ബേസ് ചെയ്താവാം. അപ്പോൾ അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യം ഒരു നമ്പർ 5ാമത്തെ വീടാണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ 5ാമത്തെ വീട് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന എല്ലാ 10 വീടുകൾ കഴിഞ്ഞ് വരുന്ന വീടുകളും ആയിരിക്കും സാമ്പിൾ കളക്ട് ചെയ്യുക. അതായത് ആദ്യം വീട് നമ്പർ 5 കളക്ട് ചെയ്താൽ അടുത്ത 15ാമത്തെ വീട്ടിൽ നിന്നായിരിക്കും അടുത്ത സാമ്പിൾ കളക്ട് ചെയ്യാം. അടുത്തത് 25ാമത്തെ വീട്ടിൽ നിന്നായിരിക്കും അടുത്ത ഇന്റർവ്യൂ ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കുക. അടുത്ത 35 ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ല് സിസ്റ്റമാറ്റിക് ആയിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് സാമ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അങ്ങനെ കളക്ട് ചെയ്യുന്ന സാമ്പിളിനാണ് സിസ്റ്റമാറ്റിക് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം സിമ്പിൾ റാൻഡം സാമ്പിളും സിസ്റ്റമാറ്റിക് സാമ്പിളും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. റാൻഡം ആണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ചൂസ് ചെയ്യുകയാണ്, റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നതാണ്. സിസ്റ്റമാറ്റിക് ആണെങ്കിൽ അതിന്റെ അകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടാവും. ഓക്കെ, ഇത്ര ഇന്റർവെൽ, ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ വരുന്ന ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ചൂസ് ചെയ്യാം, ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് സാമ്പിൾ. അടുത്തത് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വലിയൊരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഏജ് വൈസ് അല്ലെങ്കിൽ ജെൻഡർ വൈസ് എങ്ങനെയാണോ നമ്മൾ അത് തിരിക്കും. ആളുകളുടെ പല ക്യാരക്ടേഴ്സ് അനുസരിച്ചിട്ട്, ക്യാരക്ടേഴ്സ് മീൻസ് പല ഓരോ ഇതിലും പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം ആളുകളെ എല്ലാം ഒരേ രീതിയിൽ വരുന്ന ആളുകളെ എല്ലാം ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം ജെൻസും ലേഡീസും ഉണ്ടെങ്കിൽ ജെൻസിന് ഒരു ഗ്രൂപ്പായിട്ട് ലേഡീസിന് ഒരു ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യും. അതുപോലെ ഇപ്പം പ്രായത്തെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരൊരു ഗ്രൂപ്പ്, ഓൾഡ് ഏജ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരൊരു ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ടോട്ടൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പോപ്പുലേഷനിൽ ഇത്ര ശതമാനം ആളുകളുണ്ട്, അതായത് ജെൻസ് ഉണ്ട്, ഇത്ര ശതമാനം ഫീമെയിൽസ് ഉണ്ട്, ഇത്ര ശതമാനം കുട്ടികളുണ്ട്, ഇത്ര ശതമാനം പ്രായമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതേ പെർസെൻറ്റേജ് വൈസ് അല്ലെങ്കിൽ അതേ ആ ഒരു റേഷ്യോയില് നമ്മൾ സാമ്പിളും സെലക്ട് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പം ഒരു 1000 പേരുള്ള ഒരു സ്ഥലമാണെങ്കിൽ 2 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന വെച്ച് ഞാൻ എക്സാമ്പിൾ പറയാം. അതിൽ ഒരു
800 ജെൻസും ഓക്കെ അല്ലെങ്കിൽ ഒരു 400 ജെൻസും 600 ലേഡീസും ഉള്ള ഒരു പോപ്പുലേഷൻ ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ അകത്തുനിന്ന് നമുക്കൊരു 100 പേരെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ 400 ജെൻസും 600 ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന 40% ആ ടോട്ടൽ പോപ്പുലേഷൻ 40% മെയിൽ ആണ്, അതുപോലെ തന്നെ 60% ഫീമെയിൽ ആണ്. അപ്പൊ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു 100 പേരെ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 40 മെയിലിനെയും അതുപോലെ 60 ഫീമെയിൽസിനെയും സെലക്ട് ചെയ്യും. അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഏജ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിൽ നമ്മൾ തിരിച്ച് ഗ്രൂപ്പ് ആക്കി വെക്കും. ആ ഗ്രൂപ്പ് എന്നല്ല, ആ ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന അതേ റേഷ്യോയിൽ തന്നെ നമ്മൾ ആളുകളെ നമ്മളെ സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യുന്നതിനാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലസ്റ്റർ സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഏരിയ നമ്മൾ സർവേ ചെയ്യാൻ പോകുന്ന ഏരിയയിൽ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം നമുക്കതിന് ഒരു 10 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറ്റുവാണെങ്കിൽ ആ 10 ഗ്രൂപ്പിലും ഒരേ രീതിയിലുള്ള ആളുകൾ, ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഏകദേശം ഒരേ തരത്തിൽ ജോലി ചെയ്യുന്ന, അതായത് ഇപ്പം ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പ്രായമുള്ളവരുണ്ട്, ലേഡീസ് ജെൻസ് എല്ലാവരും, അതുപോലെ തന്നെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുണ്ടാവും. അങ്ങനെ പല ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകൾ അതുപോലെ ഉണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള കാറ്റഗറി ആളുകൾ വരുന്ന ഏജ് ഗ്രൂപ്പ്സ് വരുന്ന ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്യും. 10 ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും 2 ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും 3 ഗ്രൂപ്പ്സ് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കും. സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും, അതായത് ഗ്രൂപ്പ്സ് ആക്കി തിരിക്കും. അതായത് ജെൻസ്, ഫീമെയിൽ, അതുപോലെ ഏജിനനുസരിച്ചൊക്കെ ഓരോ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ആ ടോട്ടൽ പോപ്പുലേഷനിൽ ആ ഓരോ ഗ്രൂപ്പിൽ നിന്നും എത്ര പെർസെന്റേജ് ആളുകൾ വരുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിൾ സെലക്ട് ചെയ്യുക. എന്നാൽ ക്ലസ്റ്റർ സാമ്പിളിൽ മൊത്തത്തിൽ നമ്മൾ അതിനെ ഓരോ ഏരിയ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിക്കും. ആ ഗ്രൂപ്പുകളിൽ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളും ആ ഒരു പോപ്പുലേഷനിൽ പല ഏരിയയിൽ നിന്ന് പല പ്രായത്തിലുള്ള എല്ലാ ആളുകളും ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെ സിമിലർ ആയിട്ടുള്ള നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഗ്രൂപ്പ്സിന്, അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 20 ഗ്രൂപ്പുകൾ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വരുന്ന രീതിയിലുള്ള 20 ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും 4-5 ഗ്രൂപ്പുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ അവരെ സർവേ ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന രീതിയാണ് ക്ലസ്റ്റർ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, റാൻഡം ഇത് സെലക്ട് ചെയ്തതിന് ഒരു ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. അത് അവിടുന്ന് ഇവിടുന്നൊക്കെയാ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളെ. സിസ്റ്റമാറ്റിക് ആണെങ്കിൽ നോക്കിയോ, ആദ്യം ഒരാളെ ഇവിടെ സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് 2 ആളുകൾ കഴിഞ്ഞ് അടുത്ത ആളെ സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് 2 ആളുകൾ കഴിഞ്ഞ് അടുത്ത ആളെ സെലക്ട് ചെയ്തു. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രാറ്റാസ് ആണ്. ഓക്കെ, ഇപ്പോൾ 4 തരത്തിലുള്ള സ്ട്രാറ്റാസ് അല്ലെങ്കിൽ 4 തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള ആളുകൾ വരുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഇത് ഇപ്പം ഫോർ എക്സാമ്പിൾ ചിൽഡ്രന്റെ ഗ്രൂപ്പാണ്, ഇത് പ്രായമുള്ള ആൾക്കാരുടെ ഗ്രൂപ്പാണ്, ഇത് ഫീമെയിൽസിന്റെ ആണ്, ഇത് ജെൻസിന്റെ ആണ്. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇത് ഗ്രൂപ്പാക്കി തിരിക്കുക. അതിൻ്റെ അകത്തു നിന്നൊക്കെ എടുത്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ്, അതായത് ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത്, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത്, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത്, ഈ ഗ്രൂപ്പിൽ നിന്ന് 2 ആളെ സെലക്ട് ചെയ്തു. അതായത് നമ്മൾ ആ ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്റെ അകത്തുനിന്ന് നമ്മൾ ആ ടോട്ടൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് അതിലെങ്ങനെയാണോ ഓരോ തരത്തിലുള്ള ആളുകൾ സ്പ്ലിറ്റ് ആവുന്നത് അതേ പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ റേഷ്യോയിൽ നമ്മൾ ആളുകളെ ഓരോ ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ചെയ്യും. ക്ലസ്റ്റർ സാമ്പിളിലാണെങ്കിൽ ഓരോ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാം, അതായത് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാം. ഗ്രൂപ്പിന്റെ അകത്ത് എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവും. ഒരു ഗ്രൂപ്പിൽ എല്ലാ തരത്തിലും എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളെല്ലാം ഉണ്ടാവും. അതായത് ഒരു സാമ്പിൾ നമ്മൾ എടുത്താൽ ഹോൾ പോപ്പുലേഷൻ എങ്ങനെയാണോ ഏകദേശം ആ രീതിയിൽ വരുന്ന ആളുകളെ ആ ഗ്രൂപ്പിലായിട്ട് ഉണ്ടാവും. അപ്പൊ അതിൽ ഏതെങ്കിലും കുറച്ച് ഗ്രൂപ്പുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ ഹോൾ പോപ്പുലേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. സിമ്പിൾ റാൻഡം സാമ്പിൾ അതിൽ ഫസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. In a simple random sample, every member of the population has an equal chance of being selected. Your sampling frame should include the whole population. അപ്പം എല്ലാവരും അല്ലെ, ഒരു പോപ്പുലേഷൻ്റെ അകത്തുള്ള എല്ലാവരും സെലക്ട് ചെയ്യപ്പെടാൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് ഫ്രെയിമിന്റെ അകത്തുനിന്നാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്
എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അത് ഹോൾ പോപ്പുലേഷൻ ആയിരിക്കണം ആ ഒരു സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. മൊത്തത്തിലെ പോപ്പുലേഷൻ അതിൽ ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ അതിന്റെ അകത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് റാൻഡം ആയിട്ട് ആളുകളെ ചൂസ് ചെയ്യും. എക്സാമ്പിൾ, യു വാണ്ട് ടു സെലക്ട് എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഓഫ് 1000 എംപ്ലോയീസ് ഓഫ് എ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പനി. ഓക്കെ, അപ്പം നമുക്ക് ഒരു കമ്പനീൻ്റെ അകത്തുനിന്ന് ഒരു കമ്പനിയിൽ നിന്ന്, അതായത് 1000 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫേമിന്റെ അകത്തുനിന്ന് നമുക്കൊരു 100 പേരെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, യു അസൈൻ എ നമ്പർ to every employee in the company database from 1 to 1000 and use a random number generator to select 100 numbers. അതായത് ഇപ്പോൾ നമ്മൾ 1000 പേരുള്ള കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ നമുക്കൊരു സാമ്പിൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മുതൽ 1000 വരെ ആ കമ്പനിയിലെ ഓരോ ആൾക്കാർക്കും നമ്മൾ നമ്പർ കൊടുക്കും. നമ്പർ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് റാൻഡം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും. അത് നമ്മൾ മനുഷ്യർ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, അതിന് സോഫ്റ്റ്വെയർസ് ഉണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യാൻ, റാൻഡമായിട്ട് ചൂസ് ചെയ്യാൻ. അതുപോലെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസോ അതുപോലെയുള്ള ഏതെങ്കിലും നമ്പർ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുനിന്ന് 100 നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ അതത് നമ്മൾ ഓൾറെഡി നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ്. അപ്പം എന്താണെന്നുള്ള മനസ്സിലായി. അപ്പോൾ ആര് വേണമെങ്കിലും ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് ചൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന്റെ അകത്ത്. ഇനി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. Systematic sampling is similar to simple random sampling, but it is usually slightly easier to conduct. Every member of the population is listed with a number, but instead of randomly generating numbers, individuals are chosen at regular intervals. Already ഞാൻ പറഞ്ഞിരുന്നു, ഇതും റാൻഡം സാമ്പിളിംഗ് സിമിലർ ആയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പോപ്പുലേഷന് ആളുകളെ ചൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ റെഗുലർ ഇന്റർവെൽസ് വെച്ചിട്ട് ആളുകളെ ചൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒരു നമ്പർ നമ്മൾ ചൂസ് ചെയ്താൽ അതിനുശേഷം ആദ്യത്തെ ആൾ 5ാമത്തെ നമ്പർ ആണെങ്കിൽ അടുത്ത 10 ഇടവിട്ടിട്ട് 10 ഇന്റർവെൽ വരുന്ന രീതിയിൽ അടുത്ത 15 ആയിരിക്കും, 25 ആയിരിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ട് ചൂസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് നോക്കാം. All employees of the companies are listed in alphabetical order. From the first 10 numbers, you randomly select a starting from number 6. From number 6 onwards, every 10th person on the list is selected. 6, 16, 26, and so on. And you end up with a sample of 100 people. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിന് സിമിലർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് അല്ലേ. അതായത് ഒരു കമ്പനിയിൽ നിന്ന് ആൽഫബറ്റിക് ഓർഡറിൽ ആളുകളെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ നമ്പേഴ്സും ഉണ്ടാവും, 1 to 1000 അല്ലെങ്കിൽ എത്രയാണോ അതിനനുസരിച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ 6 ആ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എല്ലാ 10th പേഴ്സൺ സെലക്ട് ചെയ്യുന്ന ആ ഒരു രീതി. 6, 16, 26 അങ്ങനെ ആ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 100 പേരാണെങ്കിൽ 100 ആകുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അപ്പൊ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ട്രാറ്റയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതായിരിക്കും. നമുക്ക് നോക്കാം. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഇൻവോൾവ്സ് ഡിവൈഡിംഗ് ദ പോപ്പുലേഷൻ ഇൻടു സബ് പോപ്പുലേഷൻ ആയി ഡിവൈഡ് ചെയ്യും. ദാറ്റ് മേ ഡിഫർ ഇൻ ഇമ്പോർട്ടന്റ് വേസ്. ആ ഗ്രൂപ്പ് പല രീതിയിൽ വ്യത്യാസം വരാം. ഗ്രൂപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പല രീതിയിൽ വ്യത്യാസമുണ്ട്. ഗ്രൂപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ആ സെയിം ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നല്ല, വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ പല ഗ്രൂപ്പുകളിലാണ് പെടുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ സിമിലർ ആയിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. ഇറ്റ് അലൗസ് യു to draw more precise conclusions by ensuring that every subgroup is properly represented in the sample. എല്ലാ സബ് ഗ്രൂപ്പ്സും പ്രോപ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഒന്നുപോലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള ഒരു ഗ്രൂപ്പ് പോലും അതിന്റെ അകത്തുനിന്ന് ഒഴിവായി പോകാൻ പാടില്ല. To use this sampling method, you divide the population into subgroups. അല്ലെങ്കിൽ സ്ട്രാറ്റാസ് ആയി ഡിവൈഡ് ചെയ്യും based on relevant characteristics. അതായത് ജെൻഡർ ഐഡന്റിറ്റി, ഏജ്, അതുപോലെ ഏജ് റേഞ്ച്, ഇൻകം. അപ്പൊ അതൊക്കെ ജോബ് റോൾ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്.
പല രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യും. അതായത് ഇപ്പം പ്രായമുള്ള ആളുകൾ, കുട്ടികൾ ഉണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ്, അതുപോലെ ജെൻസ് ആൻഡ് ലേഡീസ് ഉണ്ടെങ്കിൽ, ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ആക്കും. അതുപോലെ ഇൻകം റേഞ്ച് വെച്ചിട്ട്, അതുപോലെ ജോബ് റോൾ വെച്ചിട്ടൊക്കെ ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ തിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ജോബ് റോളുള്ള ആൾക്കാരൊക്കെ ഒരു ഗ്രൂപ്പിലായിരിക്കും, ഫീമെയിൽസ് എല്ലാം ഒരു ഗ്രൂപ്പിലായിരിക്കും, കുട്ടികളെല്ലാം ഒരു ഗ്രൂപ്പിലായിരിക്കും, ഓൾഡ് ഏജ് ആയിട്ടുള്ള എൽഡർ പീപ്പിൾസ് എല്ലാം ഒരു ഗ്രൂപ്പിലായിരിക്കും. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലായിട്ടായിരിക്കും ഓരോരുത്തരും ഉണ്ടാവാം. ഇനി based on the overall proportions of the population, you calculate how many people should be sampled from each group. അപ്പോൾ ആ ഓവറോൾ പോപ്പുലേഷന്റെ റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്ന് എത്ര പേര് വരണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യും. ആ ചൂസ് ചെയ്യുന്നത് റാൻഡം ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടോ നമുക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്യുന്നത് ചൂസ് ചെയ്യാം. എക്സാമ്പിൾ, the company has 800 female employees and 200 male employees. ഒരു കമ്പനിയിൽ 800 ഫീമെയിൽ സ്റ്റാഫും 200 മെയിൽ സ്റ്റാഫും ഉണ്ട്. You want to ensure that the sample reflects the gender balance of the company. So you sort the population into strata based on gender. അതായത് ആ ഒരു ജെൻഡും ഫീമെയിലും മെയിലും ഉള്ള ആ ഒരു റേഷ്യോ മാറാത്ത രീതിയിൽ ഒരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. Then you use random sampling on each group, selecting 80 women and 20 men, which give you a representative sample of 100 people. Okay, അപ്പോൾ 80 ഫീമെയിലും അല്ലെങ്കിൽ 80 വിമനും 20 മെന്നും നമ്മൾ എടുക്കുമ്പോൾ ടോട്ടൽ 800 ഫീമെയിലും 200 മെയിലും ആണ് ഉള്ളത് ആ ടോട്ടൽ 1000 എംപ്ലോയീസിൽ. അതിൽ നമ്മൾ അതേ റേഷ്യോയിൽ 100 ആളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ റേഷ്യോയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. ആ ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഫീമെയിലിന്റെ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ വിമന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരു 80 പേരെ നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യും. അല്ലെങ്കിൽ ഏത് സിസ്റ്റമാറ്റിക് ആയിട്ടോ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുപോലെ ജെൻസിന്റെ അല്ലെങ്കിൽ മെയിലിന്റെ ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് 20 ആളുകളെയും ചൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ റേഷ്യോ അല്ലെങ്കിൽ ടോട്ടൽ എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു പെർസെന്റേജ് ഈക്വൽ ആവുന്ന രീതിയിൽ നമ്മൾ ഒരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ്. Cluster sampling also involves dividing the population into subgroups, but each subgroup should have similar characteristics to the whole sample. Instead of sampling individuals from each group, you randomly select entire subgroups. അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷനെ ഗ്രൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സബ് പോപ്പുലേഷനായി ഡിവൈഡ് ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ ഇതില് ഓരോ ഗ്രൂപ്പിലും, അതായത് ആ ടോട്ടൽ ഹോൾ പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഓക്കെ, ആ ഒരു ഹോൾ പോപ്പുലേഷന് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഓരോ ഗ്രൂപ്പിനും ഉണ്ടാവുക. ഓക്കെ, ഓരോ ഗ്രൂപ്പിനും ഉണ്ടാവുന്നത് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ മുന്നേ നോക്കിയത് ഓരോ ഗ്രൂപ്പും സെപ്പറേറ്റ് വേറെ വേറെയാ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ഇപ്പൊ ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കില്ല മുന്നേ നോക്കിയ സാമ്പിളിങ്ങിൽ നമ്മൾ കണ്ടത്. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ സബ് പോപ്പുലേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഓരോ ഗ്രൂപ്പും ഡിഫറെന്റ് ആവും. ഒന്ന് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒന്ന് കുട്ടികളായിരിക്കും. അതായത് ആ രണ്ട് ഗ്രൂപ്പ്സിനും തമ്മിൽ സിമിലാരിറ്റീസ് ഇല്ല. എന്നാൽ ഇവിടെ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പുകളായിട്ട് സിമിലർ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, സിമിലർ ക്യാരക്ടേഴ്സ് വരുന്ന, അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആ ഒരു മൊത്തത്തിലുള്ള പോപ്പുലേഷന് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഓരോ ഗ്രൂപ്പിലും ആളുകളുണ്ട്. അതിൽ എത്ര ടൈപ്പ് ഓഫ് ഇപ്പം ജോബ് റോൾസ് ഡിഫറെന്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, അങ്ങനെ പല ആളുകളും ഒരൊറ്റ ഗ്രൂപ്പിൽ വരുന്ന രീതിയിൽ, അതായത് ഹോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ടോട്ടൽ ഒരു 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും 2 or 3 ഗ്രൂപ്പ്സ് നമ്മൾ ഇന്റർവ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ആ ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈസി ആയിട്ട് കിട്ടാനായിട്ട് പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ കമ്പനി ഹാസ് ഓഫീസസ് ഇൻ 10 cities അക്രോസ് ദ കൺട്രി, ഓൾ വിത്ത് റഫ്ലി ദ സെയിം നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ സിമിലർ റോൾസ്. അപ്പോൾ ഒരു കമ്പനിക്ക് ഓക്കെ 10 സിറ്റികളിലായിട്ട് രാജ്യത്ത് 10 സിറ്റികളിലായിട്ട് ഓഫീസുകളുണ്ട്. അപ്പൊ ആ ഓഫീസുകളിലുള്ള ആളുകളുടെ എണ്ണവും അതുപോലെ തന്നെ ആ ഓരോ നമ്പർ ഓഫ് ആളുകൾ കൈകാര്യം ചെയ്യുന്ന റോളൊക്കെ സിമിലർ ആണ്. അതായത് സിമിലർ ആയിട്ടുള്ള 10 ബ്രാഞ്ച് ഓഫീസസ്
ഓക്കെ, അല്ലെങ്കിൽ 10 ഓഫീസുകൾ, അതിൻ്റെ അകത്ത് വരുന്ന ആളുകളും അതിൽ വരുന്ന റോളുകളൊക്കെ സിമിലർ ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പൊ അതൊരു ഗ്രൂപ്പാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളും ഒരേ നമ്പർ വരുന്ന ആളുകളും അതുപോലെ തന്നെ ഒരേ ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളൊക്കെ തന്നെയായിരിക്കും ആ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ഇനി നമ്മളെ ഇപ്പം 10 ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അകത്തുനിന്ന് ആ 10 ബ്രാഞ്ച് അല്ലെങ്കിൽ 10 ഓഫീസുകളിൽ നിന്ന് ഏതെങ്കിലും 2-3 ഓഫീസുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സർവേ നടത്തിയാൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്താൽ അത് ആ ഒരു 10 ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ ആ 10 ഓഫീസസിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഹോൾ പോപ്പുലേഷന് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, ആ എംപ്ലോയീസിന്റെ ഫുൾ ഡീറ്റെയിൽസ് തന്നെയായിരിക്കും നമ്മൾ ആ ഒരു 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 10 ഓഫീസസ് ഉണ്ടെങ്കിലും അതിൽ 3 ഓഫീസുകൾ സർവേ ചെയ്താൽ കിട്ടുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, യു ഡോണ്ട് ഹാവ് ദ കപ്പാസിറ്റി ടു ട്രാവൽ ടു എവറി ഓഫീസ് ടു കളക്ട് യുവർ ഡാറ്റ. എല്ലാ ഓഫീസുകളിലും പോയി കളക്ട് ചെയ്യണമെന്നില്ല. അപ്പൊ ഏതെങ്കിലും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള 2-3 ഓഫീസുകളിൽ പോയിട്ട് നമ്മൾ സാമ്പിൾ എടുത്താൽ അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള എല്ലാ ഓഫീസസിലുള്ള ഡീറ്റെയിൽസും നമുക്ക് അതിന്റെ അകത്ത് കിട്ടും. ഇപ്പൊ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഗ്രൂപ്പ് ആയിട്ട് തന്നെയാണ് തിരിക്കുന്നത്. എന്നാൽ ആ ഗ്രൂപ്പില് സിമിലർ, അതായത് ആ ഗ്രൂപ്പുകൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. മറ്റേത് ഗ്രൂപ്പുകൾ തമ്മിൽ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. ഏജ് ആണെങ്കിലും ചെയ്യുന്ന ജോബ് ആണെങ്കിലും മുന്നേ നമ്മൾ നോക്കിയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ അത് ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ ആ ഗ്രൂപ്പുകൾ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. എന്നാൽ ഗ്രൂപ്പിന്റെ അകത്തുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. എന്നാൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിൽ ഗ്രൂപ്പുകളിൽ ഉള്ള ആളുകൾ തമ്മിൽ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അതാ അതിന്റെ വ്യത്യാസം. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു 1-2 ഗ്രൂപ്പ്, ടോട്ടൽ ഒരു 10-15 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹോൾ എല്ലാ ഗ്രൂപ്പ്സിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് ഈ ഒരു സാമ്പിളിങ്ങിന്റെ പ്രത്യേകത.